ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്ന. കൊല്ലം നിലമേലിൽ മാതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ അറസ്റ്റിൽ. നിലമേൽ കൈതക്കുഴി പുത്തൻ വീട്ടിൽ നൗജിനാണ് അറസ്റ്റിലായത്. സാമ്പത്തിക തർക്കമാണ് ഈ കൊലപാതക ശ്രമത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം? പോലീസ് പറയുന്നത് എന്താണ്, ജയശങ്കർ? അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ തിരുവോണ ദിവസത്തിലാണ് അമ്മയെ കൊലപ്പെടുത്താനുള്ള ഒരു ദാരുണ സംഭവം കൊല്ലം നിലമേലിലുണ്ടായത്. സാമ്പത്തിക തർക്കങ്ങളാണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം. ഈ മനോജ് അമ്മയ്ക്ക് കുറച്ച് അധികം പണം നൽകിയിരുന്നു. ഈ പണം കഴിഞ്ഞ ദിവസം തിരിച്ചു ചോദിച്ചു. ആ ഒരു ഘട്ടത്തിൽ അമ്മ അത് സഹോദരിക്ക് നൽകിയെന്ന് പറഞ്ഞു. ഇയാൾ ഉടൻ തന്നെ സഹോദരിയുടെ അടുത്ത് ഈ പണം ആവശ്യപ്പെട്ടു. തുടർന്ന് സഹോദരിയും മനോജും തമ്മിൽ വലിയ വാക്ക് തർക്കമുണ്ടായി. ഇതിനിടെ അമ്മ ഇടയിൽ കയറി. ഈ ഒരു ഘട്ടത്തിലാണ് ഇയാൾ അമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. ഈ അപകടത്തിൽ ഈ അമ്മയുടെ കഴുത്തിനും മറ്റും കുത്തേറ്റിട്ടുണ്ട്. ഗുരുതരമായൊരു കുത്തായിരുന്നു ഏറ്റിരുന്നത്. ഇവർക്ക് സാരമായ പരിക്കുകൾ ഈ ഒരു ആക്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് പിന്നാലെ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ കടക്കലിലെ താലൂക്ക് ആശുപത്രിയിൽ ഈ അമ്മ ചികിത്സയിലാണ്. എന്തായാലും ഈ മനോജിനെ ചടയമംഗലം പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ദാരുണമായൊരു സംഭവമാണ്. എന്നും അന്നം തരുന്ന സ്നേഹിക്കുന്ന അമ്മയെ പണത്തിൻ്റെ പേരിൽ മകൻ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. പണമാണ് വലുതെന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് ഈ മനോജ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശരി, എ വി ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അമ്മയ്ക്ക് കൊടുത്ത പണം അത് തിരികെ കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്.